ഹായ്, നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ട്രംപ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ട്രംപിൻ്റെ തീരുമാനങ്ങളാണ് മാർക്കറ്റിനെ കംപ്ലീറ്റ്ലി മേളിലേക്ക് താഴേക്കും ഇപ്പോൾ മൂവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്, മിക്സഡാണ്. അപ്പോൾ പോസിറ്റീവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ കമ്മീഷണർ ഇവിടെ വന്നിരുന്ന ഒരു സമയത്ത്, അംബാസഡർ ഇവിടെ വരുന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു പോസിറ്റീവായിട്ടുള്ള ഇത് വളരെ നന്നായിട്ട് എൻഡ് ചെയ്യും ടാരിഫ് എഗ്രിമെൻറ്റ്സ് എന്നുള്ള ഒരു രീതിക്ക് ഒരു സംസാരം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജർമ്മൻ ചാൻസലർ സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ഇന്ത്യ യൂറോപ്പ് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് വളരെ നന്നായിട്ട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, ജനുവരി ലാസ്റ്റിൽ അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുപോലുള്ള ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഡേറ്റാസ് കാരണം നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ഒരു ഷോർട്ട് കവറിങ് നടന്നു. ഇന്നലെ മാർക്കറ്റ് റാലി നടന്നെന്നോ ഇല്ലെങ്കിൽ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു മൊമെൻ്റ് ആണെന്നോ ഞാൻ പറയുന്നില്ല. വളരെ നന്നായിട്ട് മാർക്കറ്റ് തകർന്നതിൽ നിന്ന് ഒരു തിരിച്ച് എല്ലാവരും പൊസിഷൻസ് ആ തകർന്ന പൊസിഷൻസ് ക്ലോസ് ചെയ്തു എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നീട് നെഗറ്റീവ് എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് പ്രോഡക്റ്റ് മേടിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇറാനുമായി ബിസിനസ് ചെയ്യുന്ന കമ്പനികൾക്ക് മേളിൽ എക്സ്ട്രാ 25% ടാക്സ് വയ്ക്കും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തും ഇന്ത്യയുണ്ട്. സോ ലിറ്ററലി അവിടെ പോസിറ്റീവായിട്ടും കേൾക്കുന്നുണ്ട്, നെഗറ്റീവായിട്ടും കേൾക്കുന്നുണ്ട്. സോ ഇറാനുമായിട്ട് നമ്മൾ റൈസ് എക്സ്പോർട്ട്സ് കൂടുതലുള്ള കൺട്രിയാണ് നമ്മൾ. ബാക്കി എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടെന്നുള്ളത് വലിയ പിടിയില്ല. അപ്പോൾ അത് നമ്മളെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോ ലെറ്റ് സി, വെയിറ്റ് ചെയ്ത് നമുക്ക് കാണാം. അതുവരെ മാർക്കറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും, മാർക്കറ്റ് എക്സ്ട്രീംലി വോളട്ടൈലായിരിക്കും. അപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവിലാണ് നിൽക്കുന്നത്, 25,900 മേളിലാണ് നിൽക്കുന്നത്. അത് സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അത് ഒരിക്കലും ജീവിതത്തിൽ കമ്പയർ ചെയ്യാതിരിക്കുക. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ പ്രൈസും നമ്മുടെ പ്രൈസും ഈക്വൽ ആവും എന്നുള്ള രീതിക്കല്ല ട്രേഡ് ചെയ്യുക. അത് നമ്മുടെ മാർക്കറ്റിൽ പോസിറ്റിവിറ്റിയെ കാണിച്ചു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയെ കാണിച്ചു തരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവിൽ നിൽക്കുന്നു, നമ്മളും ഒരു സ്ലൈറ്റ് പോസിറ്റിവിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ പ്രൈസ് 25,800 തൊട്ട് താഴെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ പോസിറ്റിവിറ്റി, ഗിഫ്റ്റ് നിഫ്റ്റിയുടെ പോസിറ്റിവിറ്റി നമ്മളെ 25,800 മേളിൽ ഓപ്പൺ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. ഏഷ്യൻ മാർക്കറ്റ്സ് ഇന്നലെ ജപ്പാൻ മാർക്കറ്റൊക്കെ 3% മേളിൽ ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്യൻ മാർക്കറ്റും സ്ലൈറ്റ്ലി പോസിറ്റീവിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. സോ അത് നമ്മുടെ മാർക്കറ്റിലും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ടൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഇനി നമ്മുടെ ചാർട്ടിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റിനുള്ളിൽ ഒരു ടേൺ അറൗണ്ട് വരുന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു സാധ്യത അവിടെ തിരിയുമ്പോൾ തന്നെ ഇതൊരു മാർക്കറ്റിൻ്റെ ഫോളിൽ നിന്ന് ബൗൺസ് ചെയ്യുമ്പോൾ അതിൻ്റെ അത്യാവശ്യം ഒരു ഫസ്റ്റ് ഹാഫ് കവർ ചെയ്തു. ഇത് മൊത്തം വരുന്നതിൻ്റെ ഒരു ചെറിയൊരു ഹാഫ് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് മാർക്ക് ചെയ്തതാണ്. ഓക്കെ, അതിനെ ഡിലീറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ഞാൻ ഷെയർ ചെയ്ത ഒരു അനാലിസിസ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. മാർക്കറ്റ് ഈ സപ്പോർട്ട് ഈ ഒരു പോയിന്റിൽ നിൽക്കുമായിരുന്നു. ഒന്നുകിൽ ഇതിവിടെ നിന്ന് കയറാം, ഇല്ലെങ്കിൽ ഇത് താഴെ പോയി സപ്പോർട്ട് എടുത്ത് തിരിച്ച് ബൗൺസ് ചെയ്യാം, ഇല്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ പോകും എന്നുള്ളൊരു അനാലിസിസാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് ചെറുതായിട്ട് ബൗൺസ് ചെയ്യുന്നതിന് പകരം അടുത്തൊരു ക്യാൻഡിൽ വളരെ വലിയൊരു ഷോർട്ട് കവറിങ് ആണ് നടന്നത്. ഷോർട്ട് കവറിങ് നടന്നു. അതിനുശേഷം ഈ ഒരു ട്രേഡാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താഴേക്ക് പോകേണ്ടതായിരുന്നെങ്കിൽ ആ ഡയറക്ഷനും പോയി, തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനും പോയി. അപ്പോൾ മാർക്കറ്റ് വോളട്ടൈലായിരിക്കും എന്ന് ഇന്നലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 2 ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോയി. അപ്പോൾ താഴത്തെ ഡയറക്ഷനിൽ പോയപ്പോൾ ഉള്ള ട്രേഡ് എടുത്തില്ല, പകരം തിരിച്ച് വരുമ്പോൾ ഇന്നലെ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് ഒരു 4-5 ട്രേഡോളം എടുത്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിലെ ബൗൺസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രീമിയം, ഐ തിങ്ക് സെൻസെക്സിൻ്റെ ഏതോ ഒരു പ്രീമിയം 83,500 83,300 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓൾമോസ്റ്റ് 70 രൂപയിൽ നിന്നത് 70-ൽ നിന്ന് ഓൾമോസ്റ്റ് 260 രൂപ വരെയുള്ള പല ടൈപ്സ് ട്രേഡും അവിടെ 5 ട്രേഡ് എടുത്ത് അതിനെ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് ട്രേഡും പോസിറ്റീവ് P&L അവിടെ കിട്ടി എന്നുള്ളതാണ് അവിടുത്തെ സിറ്റുവേഷൻ. ഗ്രൂപ്പിനകത്ത് ഇത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഒരു ഡയറക്ഷനും കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു. സോ
നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നൊരു റെസിസ്റ്റൻസിൽ വന്ന് നിൽക്കുകയാണ് 25,500 സോറി 25,800. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ സാധ്യത 25,800ൻ്റെ മേളിലാണ്. അപ്പോൾ അടുത്ത് നോക്കാനുള്ളത് 880, 960 എന്നിങ്ങനെ രണ്ട് ലെവൽസാണ്. മേളിലേക്കാണെങ്കിൽ 880, 960. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സപ്പോർട്ടിന് മേളിലായത് കാരണം ഈ ഒരു ട്രേഡ്, ഈ കാണിക്കുന്ന ഒരു ട്രേഡായിരിക്കും വർക്ക് ചെയ്യാനുള്ള വാലിഡിറ്റി. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ചെറിയൊരു പോസിറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ പോലും തിരിച്ച് കയറി പോകാൻ സാധ്യത 880, 960 എന്നിങ്ങനെ രണ്ട് ലൈൻസിലായിരിക്കും. അപ്പോൾ 26,000 താഴെ ആയിരിക്കും അടുത്തൊരു സെറ്റ് ഓഫ് റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത് താഴേക്ക് വന്നാലോ 25,800 വേണ്ട, കുറച്ചുകൂടെ ലോ വെച്ചിട്ട് 25,770 താഴെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ വീണ്ടും നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 720, 660 അതിൻ്റെ അടുത്ത ലെവൽസ്. 600 വരെയുള്ള അടുത്ത ലെവൽസ് ഉണ്ട്. സോ ഇതാണ് നിഫ്റ്റിയുടെ അനാലിസിസ് എന്ന് പറയുന്നത്. സെൻസെക്സും ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയാണ്. നാച്ചുറൽ ഗ്യാസ് നോക്കിയാൽ നാച്ചുറൽ ഗ്യാസ് ഒരു നല്ലൊരു വീക്ക്നെസ്സിൽ നിന്ന് ഒരു ഡബിൾ ബോട്ടം വച്ചിരുന്നു. ഇന്നലെ ഡബിൾ ബോട്ടം വന്നപ്പോൾ ഗ്രൂപ്പിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഡബിൾ ബോട്ടത്തിന് ശേഷം മാർക്കറ്റ് പിന്നീട് നല്ലൊരു അപ് ട്രെൻഡ് കിട്ടി. എന്നാൽ അതൊരു ഫുൾ അപ് ട്രെൻഡ് അല്ല. ഈ ഡബിൾ ബോട്ടത്തിൽ നിന്ന് ഈ നിഫ്റ്റി കാണിച്ചു തന്നതുപോലെ വലിയൊരു സെൽ ഓഫിന് ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതുപോലെ ഒരു ഡബിൾ ബോട്ടം വെച്ച് കയറിപ്പോയിട്ടുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് കഴിയട്ടെ, അടുത്തൊരു സെറ്റ് ഓഫ് മൂവിന് സാധ്യതയുണ്ട്. ഓക്കെ, ഇതാണ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു പാറ്റേൺ. ക്രൂഡ് ഓയിൽ റെസിസ്റ്റൻസിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. ഒന്ന് വന്നു റീടെസ്റ്റ് ചെയ്തു, ഇത് ഈ വരച്ചതുപോലെ വന്ന് റീടെസ്റ്റ് ചെയ്തു, തിരിച്ച് ഇനി കയറാൻ ശ്രമിക്കുന്നുണ്ട്. അത്ര ആയിട്ടില്ല, ക്യാൻഡിലുകളായിട്ടില്ല. ലെറ്റ് ഇറ്റ് ഡിസൈഡ്, അതിനുശേഷം നോക്കാം. ഓൾമോസ്റ്റ് ഒരു 53, 64 മേളിലൊരു ട്രേഡ് ഉണ്ട്. 5,400 വരെ താഴേക്കാണ് എന്നുണ്ടെങ്കിൽ 5,300 താഴെ ട്രേഡ് ഉണ്ട്. 5,240 വരെ താഴേക്ക് ട്രേഡ് ഉണ്ട്. അതിനുശേഷമുള്ള ലെവൽസ് ഇതിനകത്ത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാമെന്നുള്ളൂ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അനാലിസിസ് എന്ന് പറയുന്നത്. ബാക്കി എന്തെങ്കിലും അനാലിസിസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് ചോദിക്കുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉള്ളിലുണ്ട്. അതുപോലെ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്സ് ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിൽ കയറുമ്പോൾ തന്നെ ചാനലിൻ്റെ ലിങ്ക് അവിടെ ഉണ്ടാവും. അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിൻഡ് കമൻസിനകത്ത് ഷെയർ ചെയ്ത് സ്വിംഗ് അനാലിസിസ് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടേതായ അനാലിസിസ് കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാമെന്നുള്ളതാണ്. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.